ഈ കോളേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിതിൻ പറയുമായിരുന്നു, വീട്ടിൽ പറയുമായിരുന്നു. പക്ഷേ അത് ഇത്രയും വലിയ ഒരു അപകടത്തിലേക്ക് എത്തിക്കുമെന്നത് നിങ്ങൾ ആരും ആലോചിച്ചു പോലും ഇല്ലായിരുന്നു അല്ലേ? തീർച്ചയായും ഇങ്ങനെ അവിടുത്തെ ഉണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മളെ വീട്ടുകാരെ അറിയിക്കുമായിരുന്നു. പക്ഷേ ഇത്തരമൊരു ഗുരുതരാവസ്ഥയിലെത്തുമെന്ന് നമ്മളാരും സങ്കല്പിച്ചിട്ട് പോലുമില്ലായിരുന്നു. നിതിൻ്റെ ശബ്ദം ഓഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ സംഭവങ്ങളെന്നൊക്കെ നിതിൻ പറയുന്നത്, എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നതൊക്കെ നിതിൻ പറയുന്നു. ഒരു 23-കാരൻ 23 വയസ്സുള്ള ഒരു യുവാവിന് ഒരിക്കലും കേൾക്കാനോ സഹിക്കാനോ പറ്റുന്നതൊന്നും ആയിരുന്നില്ല അത്. ഒരു ചെറുത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ നീതിക്ക് വേണ്ടി നിൽക്കാനും പറയാനും ഒക്കെ പറ്റുന്ന ധൈര്യമുള്ള ഒരു കുട്ടി തന്നെ ആയിരുന്നോ നിതിൻ? ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സംഭവ സ്ഥലത്ത് പോയ ഒരാളാണ്. ഇവിടെ കണ്ണൂരിൽ ഈ സംഭവം അറിഞ്ഞു പറഞ്ഞതിനെ ഞങ്ങൾ 4 പേര് ഇവിടുന്ന്, അവൻ്റെ അളിയനും വേറെ അവൻ്റെ അച്ഛൻ്റെ അനുജനും വേറെ അവൻ്റെ ഒരു സുഹൃത്തും കൂടെ ഞങ്ങൾ 4 പേര് ഇവിടുന്ന് വണ്ടി പിടിച്ച് ഞങ്ങൾ നേരെ കണ്ണൂരിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അറിവനുസരിച്ച് ഞങ്ങൾ അവിടുത്തെ ഓരോ ഏകദേശമുള്ള വിദ്യാർത്ഥികളെയും ഞങ്ങൾ പരസ്യമായി രഹസ്യമായി അവരോട് ചോദിച്ചപ്പോഴും അവരാരും ഒന്നും പറയാൻ തയ്യാറായില്ല. അവിടുത്തെ അധ്യാപകർക്കും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അവിടെ എന്താണ് ഉണ്ടായതെന്ന് തീർച്ചയായും അവർക്ക് അറിയാമായിരിക്കാം എന്നായിരുന്നു അവരുടെ ഓരോരുത്തരും. അവരാരെയൊക്കെ ഭയന്നാണ് പറയാത്തത്. എന്നാൽ ഈ റാം എന്ന് പറയുന്ന അയാൾ അവിടുത്തെ എച്ച്ഒഡിയനാണ്. അയാൾ 10 വർഷം കൊണ്ട് അവിടുത്തെ ഒരു മെയിൻ ആളായിട്ട് പ്രവർത്തിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ മാനേജ്മെൻറ്റിനെ പോലും നിയന്ത്രിക്കുന്നത് അയാൾ എന്നൊരു ഭാവത്തിലാണ് അയാൾ അവിടെ നിൽക്കുന്നത്. അവിടെ എല്ലാവർക്കും ഒരു പേടിയാണ്. അപ്പോൾ ഞങ്ങൾ തിരക്കിയപ്പോൾ അവിടുത്തെ മറ്റു വിദ്യാർത്ഥികൾ പറഞ്ഞത് ഇയാൾ ഒരുപാട് പേരെടുത്തു ഇങ്ങനെ തന്നെ ഈ നിതിൻ രാജിനെ പരസ്യമായി ക്ലാസ്സിൽ വന്ന് അവൻ്റെ ജാതി പറഞ്ഞും അത് പോയിട്ട് പിന്നെ നീ പുഴുത്ത പട്ടിയാണടാ എന്നും നിനക്ക് സാമ്പത്തികമായി ഒന്നുമില്ലാത്ത നിന്നെപ്പോലെയുള്ള ദരിദ്രവാസികൾക്ക് പഠിക്കാനുള്ളതല്ല MBBS. ഈ പുഴുത്ത പട്ടി എന്ന് 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇയാളെന്ത് പറഞ്ഞു? നിതിൻ രാജ് പ്രതികരിച്ചു, സാറേ